ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ ലേറ്റസ്റ്റായി ചെയ്തു കൊടുത്ത ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഇത് ഒരു കരോക്കെ ആംപ്ലിഫയർ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 400 വാട്ട്സ് RMS ആണ്. ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് പെർ ചാനൽ 100 വാട്ട്സ് RMSും ഇതിൻ്റെ സബ്വൂഫർ ഔട്ട്പുട്ട് വരുന്നത് 200 വാട്ട്സ് RMSുമാണ്. ബ്രെയിൻസിൻ്റെ USB മൊഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഞങ്ങളെല്ലാ ആംപ്ലിഫയറിലും ചെയ്യാറുള്ള പോലെ സ്റ്റീരിയോ 2.1 മോഡ് സെലക്ഷൻ, ഇൻപുട്ട് സോഴ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, VU മീറ്റർ മോഡ് സെലക്ഷൻ, ഇത്രയും ഓപ്ഷൻസ് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാസും ട്രബിളും ഇതിൻ്റെ റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ ബാസ്, മിഡ്, ട്രബിൾ, പിന്നെ സബ്വൂഫർ ഫ്രീക്വൻസി ഇവ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മോഡലിൽ VU മീറ്ററിന് പകരം കസ്റ്റമറുടെ ആവശ്യപ്രകാരം സ്പെക്ട്രം അനലൈസർ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ആംപ്ലിഫയർ ഒരു കരോക്കെ ആംപ്ലിഫയറാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മൈക്ക് വോളിയം, മൈക്ക് എക്കോ, മൈക്ക് ഡിലേ ഇവ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞങ്ങളെല്ലാ ആംപ്ലിഫയറും ചെയ്യാറുള്ള പോലെ ആംപ്ലിഫയർ സ്റ്റീരിയോ മോഡിലായിരിക്കുമ്പോൾ യെല്ലോ ഇൻഡിക്കേഷനും 2.1 മോഡിലായിരിക്കുമ്പോൾ വൈറ്റ് ഇൻഡിക്കേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. മാറ്റ് ഫിനിഷോട് കൂടിയ ബാക്ക് പാനലാണ് ഈ ആംപ്ലിഫയറിലും കൊടുത്തിട്ടുള്ളത്. ഫ്യൂസോട് കൂടിയ കമ്പ്യൂട്ടർ സോക്കറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മൈക്ക് ഓൺ ആൻഡ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. 2 ഫാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻ ഇന്നറായും ഒരു ഫാൻ എക്സോസ്റ്റുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സബ്വൂഫർ ഗെയിൻ്റെ ഒരു ഓപ്ഷനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സബ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം വോളിയം വരെ വരാം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഇതിലൊരു ഓക്സിലറി ഇൻപുട്ടും ഓക്സിലറി ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് സബ്വൂഫർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സബ്വൂഫർ പ്രീഔട്ടിൻ്റെ ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ സോക്കറ്റുകളായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കാം. ഇതിൽ മെയിനായി 2 ട്രാൻസ്ഫോർമറുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോ ചാനലിന് വേണ്ടി 27027 8 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോർമറും സബ്വൂഫർ ചാനലിന് വേണ്ടി 27027 10 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോർമറുമാണ് കൊടുത്തിട്ടുള്ളത്. കപ്പാസിറ്ററുകളായിട്ട് ഈ ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റീരിയോ ചാനലിന് വേണ്ടി 50 വോൾട്ട് 4700 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും സബ്വൂഫർ ചാനലിന് വേണ്ടി 50 വോൾട്ട് 10000 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ തന്നെ ഒരു പവർ സപ്ലൈ യൂണിറ്റ് ആണ്. ഇതിൽ സ്റ്റീരിയോ ആംപ്ലിഫയറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള കുമാർ ഓഡിയോസിൻ്റെ ബോർഡാണ്. തോഷിബ 5200 1943 പെയറായിട്ട് വരുന്ന സർക്യൂട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മോസ്ഫെറ്റ് സീരീസായ IRF 240 9240 പെയറായിട്ട് വരുന്ന സർക്യൂട്ടാണ്. ഇതിൽ മൈക്ക് കരോക്കെ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ബോർഡാണ്. ഇതിൽ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡായി ഉപയോഗിച്ചിട്ടുള്ളത് DTEC ഓഡിയോസിൻ്റെ ബോർഡാണ്. സബ്വൂഫർ ഫിൽട്ടർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് RBL Plusൻ്റെ ബോർഡാണ്.
ഇതിൽ ബാസ്റ്റബിൾ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് VI ഓഡിയോസിൻ്റെ മറാൻസ് പ്ലസ് ഹൈഫൈ 3-way ട്യൂൺ കൺട്രോൾ ബോർഡാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.